ഇപ്പൊ ലൈവായിട്ട് എല്ലാവരും ഇവിടെ പ്രസൻസ് ഉണ്ട്. ഈ സ്റ്റുഡിയോയില് ഈ പറഞ്ഞ എല്ലാവരും പ്രസൻസ് ഉണ്ട്. എന്റെ നന്ദി. ത്രിമൂർത്തികൾ മഹേശ്വരന്മാർ ഇവിടെ വന്ന് ചോദിച്ചെന്നറിയുമോ, എനിക്ക് മുലപ്പാല് വേണം. 3 പേര് വലിയ ആൾക്കാരാണ്, അവര് മുലപ്പാല്. അപ്പൊ ഈ അനസൂയ ദേവി എങ്ങനെ കൊടുക്കും? ഈ 3 പേരും കുട്ടികളായിട്ട് മാറ്റി, കുട്ടികളായിട്ട് മാറ്റിയിട്ട് ഇവർക്ക് 3 പേർക്കും പാല് കൊടുക്കും, കിടത്തുറക്കും. ഉറങ്ങി എഴുന്നേക്കുമ്പോ തന്നെ വീണ്ടും പാല് കൊടുക്കും, വീണ്ടും ഉറക്കും. കുറെ കാലമായിട്ട് ഇവര് 3 പേരെ ത്രിമൂർത്തികളെ കാണാനില്ല. അപ്പൊ ദേവന്മാരെ അന്വേഷിച്ചു തുടങ്ങി, ഇത് ഇവിടെ കിടക്കാണ് ഇവരുള്ളത്. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ 3 പേരും എന്റെ 3 മക്കളായിട്ട് വരട്ടെ, ജനിക്കട്ടെ. അങ്ങനെയാണ് ദുർവാസാവും ചന്ദ്രൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഹനുമാന്റെ കാലിന്റെ ബാക്ക് അടിയിലേക്ക് എനർജി ഇല്ല, പക്ഷെ ബ്രഹ്മാവിന് ചാർജ് ഇല്ല. പക്ഷെ വിഷ്ണുവിന് ശിവനും അവിടെ നല്ല ചാർജ്, കുട്ടിയായിട്ട്. ജാഗലംബ ക്ഷേത്രത്തിൽ നിന്ന് പിന്നീട് എവിടേക്കായിരുന്നു യാത്ര? അവിടുന്ന് പിന്നെ നമ്മള് തെലങ്കാനയിൽ നിന്ന് നേരെ മധ്യപ്രദേശിലേക്ക് കയറുക. മധ്യപ്രദേശില് ചിത്രകൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയാണ് അത്രി മഹർഷിയും അനസൂയ ദേവിയും കൂടി ആശ്രമോട്ട് നിന്ന സ്ഥലം. അവിടെ വർഷങ്ങളോളം ഇവർ തപസ് ചെയ്ത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് ഇതൊരു വലിയ മലയുടെ മുകളിലാണ്, വെള്ളമില്ല. അപ്പോൾ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി, വെള്ളത്തിന് ബുദ്ധിമുട്ടായി വന്ന് അത്രി മഹർഷി എത്രയോ വർഷം തപസ് ചെയ്തിട്ടും ഇവിടെ വെള്ളം വരാതിരുന്നത് ദേഷ്യം വന്നിട്ട് അനസൂയ ദേവിയും കൂടെ അത്രി മഹർഷിയുടെ അപ്പുറത്ത് മാറിയിരുന്നിട്ട് അവരിരുന്ന് ധ്യാനിച്ച് അവരെ കണ്ണീര് വരെ ഇങ്ങനെ ഒഴുകിയെന്ന് പറയുന്നത്. അത് കാണാൻ പറ്റാണ്ട് ഉള്ള ഇതും കൊണ്ട് ഗംഗയ്ക്ക് പ്രത്യക്ഷത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ഗംഗ മന്ദാകിനിയായിട്ട് ഇതിലൂടെ ഒഴുകിയെന്ന് പറയുന്നത്, വന്ന് ഒഴുകി. അപ്പം ഇതിൻ്റെ ധ്യാനം പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികൾ മഹേശ്വരന്മാർ ഇവിടെ വന്ന് ചോദിച്ചെന്നറിയുമോ, എനിക്ക് മുലപ്പാല് വേണം. 3 പേരും വലിയ ആൾക്കാരാണ്, അവര് മുലപ്പാല്. അപ്പൊ ഈ അനസൂയ ദേവി എങ്ങനെ കൊടുക്കും? മനസ്സിലായോ? അപ്പൊ ഇവരെന്ത് ചെയ്തു? ഇവര് ദൃഷ്ടിയിൽ കണ്ടു, ഇവര് 3 പേരാണെന്ന്. ഇവരെന്ത് വരും? ഈ 3 പേരും കുട്ടികളായിട്ട് മാറ്റി, കുട്ടികളായിട്ട് മാറ്റിയിട്ട് ഇവർക്ക് 3 പേർക്കും പാല് കൊടുക്കും, കിടത്തുറക്കും. ഉറങ്ങി എഴുന്നേക്കുമ്പോൾ തന്നെ വീണ്ടും പാല് കൊടുക്കും, വീണ്ടും ഉറക്കും. ഇങ്ങനെ ഇവിടെ കിടന്ന് ഉറക്കം തന്നെയായി 3 പേരും. അങ്ങനെ കുറേ കാലമായിട്ട് ഇവർ 3 പേരെ ത്രിമൂർത്തികളെ കാണാനില്ല. അപ്പോൾ ദേവന്മാരെ അന്വേഷിച്ചു തുടങ്ങി, ഇത് ഇവിടെ കിടക്കാണ് ഇവരുള്ളത്. അങ്ങനെ അന്വേഷിച്ച് അവസാനം കണ്ടുപിടിക്കുകയാണ്, ഇവിടെ കിടന്ന് ഇവരിങ്ങനെ താട്ടുവട്ടയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് 3 പേരും. അങ്ങനെ അവസാനം ഇവർ വന്ന് ക്ഷമാപണം നടത്തി അനസൂയ ദേവി ഇവർക്ക് തിരിച്ച് വീണ്ടും ഇത് കൊടുക്കുകയാണ്, പൂർവ്വ ശരീരം കൊടുക്കുകയാണ്. അങ്ങനെ അവർ 3 പേരും വന്നതിന് ശേഷം ഉടനെ ചോദിക്കുകയാണ് എന്ത് വരാ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ 3 പേരും എൻ്റെ 3 മക്കളായിട്ട് വരട്ടെ എന്ന് പറഞ്ഞു, ജനിക്കട്ടെ എന്ന്. അങ്ങനെയാണ് ദുർവാസാവും പിന്നെ ചന്ദ്രൻ പിന്നെ ആരാണ് ഒരാളും കൂടി ഉണ്ടല്ലോ, ദത്തത്രേയൻ. അങ്ങനെ 3 പേര് ജനിക്കുന്നു. അപ്പോൾ ദത്തത്രേയനാണെങ്കിൽ ശിവന്റെ അംശം കൂടുതൽ, 50% ശിവനും പിന്നെ ബാക്കി 2 പേരും 25. പിന്നെ ചന്ദ്രനാണെങ്കിൽ ബ്രഹ്മാവിൻ്റെ 50, ബാക്കി 2 പേരുടെ ഇത്. ഇവരുടെ ആണെങ്കിൽ വിഷ്ണുവിൻ്റെ, ആരുടെ ദുർവാസാവിനാണെങ്കിൽ ആരുടെ അംശമാണ്? ശിവന്റെ അംശമാണ് 50%, ബാക്കി 2 പേരുടെ. അങ്ങനെ 3 പേരും കൂടി അംശം കൂടിയ 3 മക്കളെ കിട്ടി ജനിക്കുന്നു. അതാണ് അവിടുത്തെ സ്റ്റോറി. അപ്പം വർഷങ്ങളോളം ഇതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ട് പണിത ശിവലിംഗത്തിലായിരുന്നു ഇവർ അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ അത്രീശ്വര ലിംഗം എന്നും പറഞ്ഞ ഒരു ലിംഗം ഉണ്ടെന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പം അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് എനർജി സെൻസ് ചെയ്യാണ്. എനർജി സെൻസ് ചെയ്യുമ്പോൾ മലയുടെ മുകളിൽ നിന്നാണ് എനർജി വരുന്നത്. അപ്പോൾ അവിടെ എന്തോ ശിവൻ്റെ എനർജി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ധ്യാനിച്ച് എനർജി സെൻസ് നമ്മൾ റിസീവ് ചെയ്ത് നമ്മൾ നേരെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഹനുമാൻ ഇങ്ങനെ ലൈവായി ഇങ്ങനെ സ്വയംഭൂവായിട്ട് കിടക്കുന്നുണ്ട്. ഫുൾ ഹനുമാൻ്റെ ബോഡി സ്വയംഭൂവാണ്.
ഈ റിവറിൻ്റെ സൈഡിൽ. അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ ഹനുമാന്റെ കാലിൻ്റെ ബാക്ക് സൈഡിലേക്ക് എനർജി ഇല്ല. ഇവിടെ നിന്ന് ഇങ്ങടേക്ക് എനർജി ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എനർജി ഇല്ല. അപ്പോൾ ഇതെന്താ നോക്കി എന്നപ്പോൾ അവരോട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പൈസ ഇടുന്ന ഇതുണ്ടല്ലോ കാണിക്ക വെച്ചേക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കാലിൻ്റെ മുകളിലാണ്. അപ്പം അവിടെയാണ് ഇവരുടെ ചന്ദനവും ഇതൊക്കെ വെച്ചേക്കണത്. അപ്പോൾ അതെടുത്ത് മാറ്റാൻ പറഞ്ഞു. അതാണ് പ്രോബ്ലം. അവരവിടെ ഇടുന്ന അത് അവിടുത്തെ നെഗറ്റിവിറ്റി അവിടെ ഡെവലപ്പ് ആവാണ്. അപ്പോൾ ഊർജ്ജം കണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് അവിടെ അവർ കെട്ടി തിരിച്ച് അത് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ അത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് നേരെ അമ്പലത്തിലേക്ക് പോയി. അവിടെ വലിയ അമ്പലമുണ്ട്. അവിടെ ഇങ്ങനെ എല്ലാ ഈ പറഞ്ഞ ത്രിമൂർത്തികളിങ്ങനെ ആട്ടുതൊട്ടിയിലിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം, ഏത് സമയം ആട്ടിക്കൊണ്ടിരിക്കും അവിടെയാണ്. പക്ഷെ ബ്രഹ്മാവിന് ചാർജില്ല. പക്ഷേ വിഷ്ണുവിന് ശിവനും അവിടെ നല്ല ചാർജുണ്ട്, കുട്ടിയായിട്ട് ആ രൂപത്തിലുണ്ട്. പിന്നെ അങ്ങനെ കുറേ അവിടെ ഇങ്ങനെ സ്റ്റാച്യൂസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ ഫുൾ എഴുതി വെച്ചേക്കുന്നത്. അത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ കറക്റ്റ് ശിവൻ്റെ എനർജി ലെവലിൽ വന്നപ്പോൾ നേരെ കോള് മുകളിലേക്ക് വന്നു കയറാൻ പറഞ്ഞ്. അവർ രാത്രി ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു. കാടാണ്, അങ്ങനെ അധികം ആൾക്കാരൊന്നും പോകാറില്ല. എനർജി വന്നു പോകാമെന്ന് പറഞ്ഞു. എല്ലാവരും ഇട്ട് പോക്ക് പോയി. അങ്ങനെ മുകളിൽ കയറി 2 കിലോമീറ്റർ കാട് കയറി. മല കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞിങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു നന്ദികേശൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മൾ. നല്ല എനർജിയുള്ള നന്ദികേശനായിരുന്നു. അങ്ങനെ കണ്ട് നേരെ മുകളിൽ ചെന്നു, ഇവരുടെ ആശ്രമത്തിൽ ചെന്നു. അപ്പോൾ ഒരു സന്യാസി, ഒരു സ്വാമി മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അവിടെ ഭയങ്കര വൈബ് അവിടെ. ആ ശിവലിംഗം അന്ന് വെച്ച ആ ശിവലിംഗത്തിൻ്റെ ആ പൊസിഷനിൽ തന്നെ ഒരു 65 വർഷം മുമ്പ് അവരിപ്പോൾ കല്ലിൻ്റെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ വൈബ് സൂപ്പർ. അത് വന്നിട്ട് ദേവലോകം വരെ കണക്റ്റഡാണ്. ദേവലോകത്തു നിന്നാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്, ഊർജം വരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഊർജം നമ്മൾ നോക്കി അത് സെറ്റ് ചെയ്തു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അവരവിടെ താമസിച്ച ഇതൊക്കെ കാണിച്ചു തന്നു. ആശ്രമത്തിലൊക്കെ കയറി അങ്ങനെ തിരിച്ച് ഞങ്ങൾ മധ്യപ്രദേശിൽ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെയാണ് അവിടെ ശിവലിംഗം ഭയങ്കര എനർജി പ്രസൻസ് ആയിരുന്നു നമുക്ക് അവിടെ അനുഭവപ്പെട്ടു. അങ്ങനെ ലൈവായിട്ട് നന്ദികേശനെയും കിട്ടി അവിടെ. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് ബാബാജി കേവിലേക്കാണ്. അവിടെ നിന്ന് നേരെ ഇവിടെയൊക്കെ താഴത്തേക്കൂടെ വന്ന് ഉത്തരാഖണ്ഡിലേക്ക് കയറി. ഉത്തരാഖണ്ഡിൽ നിന്ന് UP-യുടെ സൈഡിൽ കൂടെ കയറി ഉത്തരാഖണ്ഡിലേക്ക് കയറി. ഉത്തരാഖണ്ഡിൻ്റെ എൻ്റെ അൽമോറ ഡിസ്ട്രിക്റ്റിൽ കൂടെ കയറി ചെന്ന് അവിടെ നീൽ കരോളി ബാബ ഉണ്ടല്ലോ, നീം കരോളി ബാബയുടെ ആശ്രമത്തിൽ. പക്ഷെ അവിടെ രാത്രിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ജസ്റ്റ് അവിടെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ധ്യാനിച്ചിട്ട് പോയി അവിടെ. അങ്ങനെ അവസാനം ബാബാജി കേവിലെത്താണ് രാവിലെ. അങ്ങനെ ബാബാജി കേവിൽ പോയി. ബാബാജി കേവിൽ കുറച്ച് നടക്കാനുണ്ട്, ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. അങ്ങനെ കയറി അവിടെ ബാബാജി കേവിൽ എല്ലാവരും കയറി ഇരുന്ന് അതിന് പോണ വഴിക്ക് ഒരു ഹോളുണ്ട്, മെഡിറ്റേഷൻ ഹോളുണ്ട്. അവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ധ്യാനിച്ചതിന് ശേഷം ബാബാജി കേവിൽ പോയി. ആ കേവിൻ്റെ അകത്ത് ബാബാജി മാത്രമേ ഉണ്ടായിരുന്നു. ബാബാജിയുടെ പ്രസൻസ് നല്ല ലൈവായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബാബാജിയുടെ പ്രസൻസ് വന്നിട്ടുണ്ട്, നല്ല വന്നില്ലേ, ഇപ്പോൾ ഊർജ്ജമുണ്ട്. അപ്പോൾ ബാബാജിയുടെ പ്രസൻസ് അവിടെ ആ കേവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലൈവായിട്ട് വന്നു. ആ ലൈവ് അവിടെ ഇരുന്ന് കുറച്ച് നേരം ധ്യാനിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഓരോന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ച് എനർജി പ്രസൻസും എല്ലാം പറഞ്ഞ് കുട്ടികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇൻഡ്യൂഷൻ വരികയാണ് അവിടേക്ക്. താഴത്തെ എല്ലാവരും വന്നിട്ടുണ്ട്. വേഗം ഓടിയാൽ പറയുന്നുണ്ട്. വേഗം ഇവിടെ നിന്ന് ഓടി മുൻകൂട്ടി മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കറക്റ്റ് സ്പോട്ടിൽ ചാടി ഇറങ്ങി അവിടെ ഇരുന്ന് അവരുമായിട്ട് ധ്യാനിച്ചു. ഞങ്ങൾ തീയിടാതൊക്കെ ഒന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഈ മഴ കാരണം അവിടെ ഒക്കെ നനഞ്ഞടക്കാണ്. അപ്പോൾ അതിന് തീയൊന്നും ഇട്ടില്ല. അല്ലെങ്കിൽ സാധാരണ അവിടെ തീയിടാറുണ്ട് നമ്മൾ. അപ്പോൾ മീൻസ് ഹോമകുണ്ടത്തിൽ അഗ്നിയിൽ ഇന്നാണ് ധ്യാനിക്കാറ്. അപ്പോൾ അതിൻ്റെ പ്രസൻസിൽ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് ഇവരുടെ ഒപ്പം ബാബാജി, ലാഹരി, യുക്തേശ്വർ, യോഗാനന്ദ, ക്രൈസ്റ്റ്, കൃഷ്ണൻ, ബാബാജി സിസ്റ്റർ, ഇത്രയും പേര് ലൈവായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ ഒപ്പം ഇരുന്ന് ഫുൾ എല്ലാവരും ഇരുന്ന് ധ്യാനിച്ചു. അതാണ് ബാബാജി കേവിൻ്റെ പ്രസൻസ്. ഇപ്പം ലൈവായിട്ട് എല്ലാവരും ഇവിടെ പ്രസൻസ് ഉണ്ട്. ഈ സ്റ്റുഡിയോയിൽ ഇപ്പം ഇവിടെയുണ്ട് എല്ലാവരും. ഈ പറഞ്ഞ എല്ലാവരും പ്രസൻസ് ഉണ്ട്. ഹൈ എൻഡ് എനർജി. കൈ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈമക്കൂടെ ഇങ്ങനെ എനർജി ഫ്ലോ ചെയ്യുന്ന ഫീൽ കിട്ടും. വെറുതെ കൈ ഇങ്ങനെ നിർത്തി വെച്ചാൽ മതി, ഈ വന്നവരുടെ പ്രസൻസ് ഫ്ലോ ചെയ്യാൻ പറ്റും. അത് ഇത് കാണുന്നവർക്ക് ഫ്ലോ കിട്ടും. ബാബാജിയുടെ പ്രസൻസ് എല്ലാ 7 പേരുടെ പ്രസൻസും
ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രത്തോളം സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഇങ്ങനെ സൂചി ഇങ്ങനെ കുത്തുന്ന മാതിരി ഒന്നും തോന്നുന്നില്ല. എന്തോ ഒരു സാധനം ഇങ്ങനെ വൈബ് ചെയ്യുന്ന ചെറിയൊരു തരിപ്പ് മാത്രമേ ഉള്ളൂ. അതന്നെ അത് മതി. അത് ഓരോരുത്തർക്കും ബോഡിയിലും ഓരോ രീതിയിലാണ് സെൻസ് ചെയ്യുക. ഇപ്പം അത് കുറഞ്ഞു. ഇപ്പം ഒരു വെയിറ്റ് പോലെ ആ തരിപ്പും കുത്തലും മാറി ഇപ്പം വെയിറ്റായി. ഇങ്ങനെ മുകളിലേക്ക് താഴത്തേക്ക് അല്പം ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽ ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ഹെവിനെസ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ? വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആ സെൻസിങ് ആയി. അതിപ്പോൾ ഹനുമാൻ സ്വാമിയും കൂടി വന്നിട്ടുണ്ട് ലൈവായിട്ട്. അതാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഇത് വ്യൂവേഴ്സിനും ഇതേ ഫീൽ കിട്ടും. ഹനുമാൻ സ്വാമി ലൈവായിട്ട് വന്നിട്ടുണ്ട്. അതെ, ഹാർട്ട് ചക്ര കയറി ഫ്രീ ആയില്ലേ? ഇപ്പോൾ വല്ല ഫീലും കിട്ടുന്നു, കൂളായില്ലേ? അപ്പോൾ അങ്ങനെ എല്ലാവരും ലൈവായിട്ടുണ്ടായിരുന്നു. അതാണ് ബാബാജി കേവിൽ അന്ന് കിട്ടിയത്. അത് എല്ലാവർക്കും കിട്ടിയില്ല, കുറച്ച് കുട്ടികൾക്ക് അത് കിട്ടിയുള്ളൂ. എല്ലാവരും ദർശനം. കാരണം ഞാൻ ഈ ഉറക്കം പറഞ്ഞെങ്കിലും കേൾക്കേണ്ടവർ മാത്രമേ കേട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇതിൽ കൂടെ പോയി. അപ്പോൾ അങ്ങനെയാണത്. അപ്പോൾ അങ്ങനെ സൂക്ഷ്മത്തിൽ എല്ലാവരും കിട്ടി. ഇപ്പോൾ ഈ സെൻസിൽ നിന്നും മാറി ബാബാജിയെ നേരിട്ട് കാണണം അല്ലെങ്കിൽ ദൃശ്യരൂപത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കാണാൻ കഴിയുമോ? പിന്നെന്താ, ഞാൻ 8-9 പ്രാവശ്യം ബാബാജിയെ ലൈവായിട്ട് കണ്ടിട്ടുണ്ടല്ലോ ദൃശ്യരൂപത്തിൽ. അതൊക്കെ കിട്ടും. ഒറ്റയ്ക്ക് വരും. ഇത്തവണ കേദാർ പോയപ്പോൾ നമ്മളങ്ങനെ കാണിച്ചു കൊടുത്തു. പണ്ട് മൂത്ത് തന്ന ആ ഏരിയയൊക്കെ കാണിച്ചു കൊടുത്തു കുട്ടികൾ. പക്ഷെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അങ്ങനെ ദർശനത്തിൽ വരില്ല. നമുക്ക് എനർജി സെൻസിങ്ങിലേ വരുള്ളൂ അവർ. കാരണം എല്ലാവർക്കും അതിനുള്ള പക്വത ഇതായിട്ടില്ല, ഫ്രീക്വൻസി മാച്ച് ആവണം. എനിക്ക് ബാബാജിയെ കാണണമെങ്കിൽ ഞാൻ ക്രിയായോഗ പഠിക്കണമെന്നുണ്ടോ? നിങ്ങൾ ഈ പരമ്പരയിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണമെന്നില്ല. ഇപ്പം നമുക്ക് ചെന്നൈയിൽ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ബാബാജി ലൈവാ. ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അപ്പം സ്റ്റാറായിട്ട് വരും. ആകാശത്ത് സ്റ്റാറായിട്ട് കാണും. അപ്പം കാണാൻ പറ്റും. പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ സ്റ്റാർ കാണും. അപ്പം തന്നെ നമ്മളിപ്പോൾ ഫോണിലെ വിളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അപ്പം എനർജി ട്രാൻസ്മിഷൻ വരും. അപ്പോൾ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ആ കുട്ടി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ക്രിയ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ആ കുട്ടീനെ പറഞ്ഞ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ട്രാക്കിലായിട്ടുള്ളൂ. അതവരുടെ മുൻജന്മത്തിൻ്റെ ഇതാണത്. മുൻജന്മത്തിൽ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ സോള് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ ഇപ്പം ആ കുട്ടി ട്രാക്കിലാക്കിയിട്ടുണ്ട്. എൻ്റെ ആ സോള് എങ്ങനെയായിരുന്നു ഇത് എനിക്ക് കണ്ടെത്തണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് വിധത്തിൽ പോയി കണ്ടെത്തും? എങ്ങനെ ബാബാജിനെ കിട്ടാനായിട്ടാ? അല്ല, ഇപ്പൊ അങ്ങ് പറഞ്ഞില്ലേ മുൻജന്മത്തിൽ നിങ്ങളുടെ സോള് എങ്ങനെയായിരുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ കർമ്മം ചെയ്യുന്നത്. നിങ്ങളുടെ കർമ്മം ഇപ്പൊ എങ്ങനെ നടക്കണോ അതിനനുസരിച്ചിട്ടിരിക്കും അത്. അപ്പൊ അത് കണ്ടെത്താൻ എന്താണ് വഴി? കണ്ടെത്താൻ എന്ന് പറഞ്ഞാൽ നമ്മള് സാധാഗതിയിൽ നോർമൽ പേഴ്സൺസിന് നാഡീജ്യോത്സ്യമുണ്ട്. നാഡീജ്യോത്സ്യം നല്ല ആളാണെങ്കിൽ നാഡീജ്യോത്സ്യത്തിൽ കറക്റ്റായിട്ട് പാസ്റ്റ് ഒക്കെ പറയും. നമുക്കാണെന്നുണ്ടെങ്കിൽ ധ്യാനത്തിൽ കിട്ടും. നമ്മുടെ പാസ്റ്റ് ജന്മാസം എല്ലാം നമുക്ക് ധ്യാനത്തിൽ കാണിച്ചു തരും. ഇന്നതായിരുന്നു. ഇനി ചിലവരുടെ അറിയേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ വരുമ്പോൾ മുമ്പിൽ ദൃഷ്ടിയിൽ വരുമ്പോൾ തന്നെ പറഞ്ഞു അറിയാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കാറില്ല. ഒന്നിനും എനർജി വേസ്റ്റ് ചെയ്യരുത്. നമ്മൾ ആവശ്യമില്ലാണ്ട് നമ്മളിത് തേടിപ്പോണ്ട ആവശ്യമില്ല. നമുക്ക് സമയമായോ ആ സമയത്ത് ആ സാധനം നമ്മുടെ മുമ്പിൽ ഇട്ട് തരും. അങ്ങനെ എടുക്കാവൂ. വേസ്റ്റ് ചെയ്യരുത് എനർജി കിട്ടിയത്.